ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ മോർണിംഗിൽ എന്നും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ കാണുക, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ വെർമിസെല്ലി ടോഫിയാണ്. അപ്പോൾ അതിനായിട്ട് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഈ വെർമിസെല്ലി ഇങ്ങനെ പൊട്ടിച്ചിടുന്ന ഈ ഒരു കാര്യം. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുക്കേണ്ടതുണ്ട്. വെർമിസെല്ലി ഒന്ന് വറുത്ത് ബ്രൗൺ കളറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലി സേമിയ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പായസം പോലെയല്ല, വെർമിസെല്ലി എന്ന് പറയുമ്പോൾ നല്ല മധുരമൊക്കെ ഉള്ള നല്ല ബ്രൗൺ കളറിൽ വരുന്ന, കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോക്കാം അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു വെർമിസെല്ലി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ടോഫി ഉണ്ടാക്കുന്നത്, അത് നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണമെന്നില്ല, ഏതിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള പായസമൊക്കെ വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ ടോഫി ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും പായസം നന്നായിട്ട് അറിയണ്ടായിരിക്കും. അപ്പോൾ ടോഫി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവ് അറിയാലോ, നമ്മുടെ വെർമിസെല്ലി ആ എടുത്ത അളവ് അത്രയും, അതിനനുസരിച്ചുള്ള 2 കപ്പ് പാല് നമ്മൾ ചേർത്ത് കൊടുത്തു. വെള്ളം ചേർക്കാത്ത പാല് കേട്ടോ. ഇനി നന്നായിട്ട് നമ്മളുടെ വെർമിസെല്ലി ഒന്ന് ഈ പാലിൽ കിടന്നൊന്ന് നല്ല വെന്തതാവരുത്, എന്നാൽ ഒരു 1/4 ഭാഗം വെന്ത് വരണം. അപ്പോൾ സേമിയ വേവാൻ അധികം പാടൊന്നുമില്ല, കാരണം നമ്മൾ നെയ്യിലൊക്കെ ഒന്ന് വറുത്തതാണ്. പിന്നെ കുറച്ച് ഭാഗം ഒന്ന് ഈ ഒരു പാലിൽ കിടന്നൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സേമിയയും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ പാലില്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിലും നമ്മളത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഏലക്കായ ഒന്ന് പൊടിച്ച് ചേർക്കുക. ഞാനിവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഏലക്കായ ഒന്ന് പൊടിച്ച് ചേർത്തു. അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണ് ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പ്, പഞ്ചസാര ഇവയൊക്കെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലും സേമിയയും ഒരേ ലെവലിലായിട്ട് വരും. അതാണ് ഇതിൻ്റെ കണക്ക്. വേവായിട്ടില്ലെങ്കിലോ സേമിയ അടിയിലും കിടക്കും, അതുപോലെ തന്നെ പാല് മേലെയായിട്ടാണ് നിൽക്കുക. ഇതൊന്ന് വെന്ത് തിളച്ചൊക്കെ വരുമ്പോഴേക്ക് തന്നെ ഇതെല്ലാം ഒരേ ലെവലിലായിട്ട് വരും. ഇനി നമുക്ക് ആ സേമിയയുടെ മിക്സ് ഒന്ന് ഇറക്കി വയ്ക്കാം, അടുപ്പിൽ നിന്നൊന്ന് വാങ്ങി വയ്ക്കുക. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു കളറിലാണ് നമ്മൾ ഈ ടോഫി കാണപ്പെടുക. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ ആ ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാരയിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഈ ഒരു കളറ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിട്ടൊക്കെ കാണും. അപ്പോൾ ടെൻഷൻ ആവണ്ട, അത് ഒന്നുകൂടി ചൂടാക്കുമ്പോൾ തന്നെ ഒന്ന് മെൽട്ടായിട്ട് വെള്ളം പോലെ ആയിക്കോളും. അപ്പോൾ ഈ ഒരു കളറ് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു പായസ മിക്സ് ഉണ്ടല്ലോ നമ്മൾ പിറക്കി വെച്ചത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കളറായിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല തീ കൂട്ടി വെക്കരുത്, അടുപ്പിൽ നിന്നൊന്നാണ്ട് മാറ്റി വെക്കുക. ഇതൊന്ന് പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞു എന്ന് കണ്ടാൽ പെട്ടെന്ന് തീ അടുപ്പത്ത് തന്നെ വെക്കരുത്, അതൊന്ന് മാറ്റുക ഈ ഒരു പാന്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വെച്ച് കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും വെച്ച് കൊടുത്ത്, അപ്പോൾ ഇതെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരും. അപ്പോൾ ആ മെൽട്ടായിട്ട് വരുന്ന സമയം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. അതുവരെ ഇതിൻ്റെ ക്രിസ്റ്റലുകളൊക്കെ അങ്ങനെ കിടക്കും പഞ്ചസാരയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് മെൽറ്റായിട്ടൊക്കെ വരും. പാത്രത്തിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് തുടച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു
കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ അതാണ്ട് കട്ടയാവും. കാരണം അതങ്ങനെയാണ്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. കണ്ടോ, ഇതുപോലെ ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മളുടെ ഈ ഒരു കൂട്ടിലേക്ക് മിക്സിലേക്ക് വെർമിസെല്ലിയുടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് അവിടെയും ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുപ്പിലേക്ക് വീണ്ടും നമ്മൾ ഈ പായസം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടായ്ക വരും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഈ ഒരു ടോഫിയുടെ കളറൊക്കെ കണ്ടില്ലേ, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗൺ കളറിലുള്ളൊരു കളറും കിട്ടി. അതുപോലെ തന്നെ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി അടുപ്പത്ത് വെച്ച് നമ്മളിങ്ങനെ ഇതാക്കും മെൽട്ടാവും തോറും നമ്മുടെ ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് വരുന്നതോറും ഇതിൻ്റെ കളർ ഇങ്ങനെ കൂടിക്കൂടി വരും കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തില്ല, ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് തീയെല്ലാം ഓഫാക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വെർമിസെല്ലി ടോഫി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നും മോർണിംഗിൽ ഉണ്ടായിരിക്കും നമ്മുടെ വീഡിയോ. ഇനി എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ട്, അപ്പോൾ ആ ചൂടോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി സേമിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ എപ്പോഴും പായസം ഉണ്ടാക്കി മടുത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത് ഇനി ആ ഗ്ലാസ് നിറച്ച് നമുക്ക് എടുക്കാം. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ വെർമിസെല്ലി ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കേണ്ടതുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന്, ഒരുവിധം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു സേമിയ പായസം എന്ന് പറഞ്ഞത്. അത് ഈ ഒരു രീതിയിലും കൂടെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വിജയിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ.